അയാളുടെ മുഖം വളരെ ഫെമിലിയറായി. അതായത് ഇത്ര സിനിമകൾ ചെയ്യുന്ന ഒരാൾ ഇത്ര ആളുകൾ അറിയില്ല, അതുപോലെ മനസ്സിലായി. ശരിക്കും ആ ഒരു സമയത്തൊക്കെ ഈ ഒരു സെലിബ്രിറ്റി ഒരു ലൈഫ് ഇതൊക്കെ ആസ്വദിച്ച് തുടങ്ങിയോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലോട്ട് മാറാൻ പറ്റുമോ? അന്ന് വരെയുള്ള ജീവിതത്തിൽ നിന്ന് മാറി എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, ലോട്ട്സ് ഓഫ് മണി കമ്മിങ് ഇൻ, അതിപ്പോഴായിരിക്കും മേ ബി ഓൺലി ഫെയിം ആണ് ആ സമയത്തുള്ളൂ. ഫെയിം മാത്രമേ ഉള്ളൂ. ലോട്ട്സ് ഓഫ് മണി കമ്മിങ് ഒക്കെ അന്ന്, പിന്നെ കുറച്ചും കൂടി ഇൻഡസ്ട്രി മാറി തുടങ്ങിയതൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി. ഇപ്പം ഞങ്ങളുടെ മനസ്സിലിപ്പം തിരുവല്ലയിലാണല്ലോ ജനിച്ചതൊക്കെ. അപ്പം ഞങ്ങളുടെ മനസ്സിലൊരു തിരുവല്ലക്കാരൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒത്തിരി NRIs ആണല്ലോ, ഭയങ്കര ക്യാഷൊക്കെ ഉള്ള അടിപൊളി, ഇതാണ് നമ്മുടെ മനസ്സിൽ വരണേ. അപ്പം അജുവിനെ കുറിച്ച് പറയുമ്പോഴും അജു തിരുവല്ലക്കാരനാണ്. അപ്പം സിനിമയിലേക്ക് വരാനായിട്ട് സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ അജുവിന് വലിയ സ്ട്രഗിളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലൊരു സംസാരം, അല്ലെങ്കിൽ വീട്ടിലെ ഫിനാൻസസ് നോക്കേണ്ട വന്നിട്ടില്ല. അജു വാസ് വെൽ സെറ്റിൽഡ് വെൻ ഹി കെയിം ടു മൂവി എന്ന് പറയുന്നൊരു ചിന്തയുണ്ട്. ശരിക്കും അങ്ങനെയല്ല. വീട്ടിലെ ഫിനാൻസ് നോക്കണ്ട, നമ്മളവർ ഡിപ്പെൻഡഡ് അല്ല, നമ്മൾ പക്ഷെ നമ്മളിൽ ഡിപ്പെൻഡഡ് ആണല്ലോ. അപ്പോൾ അതവർ, പിന്നെ എനിക്കും അത് 25 വയസ്സ് വരെയൊക്കെ അവരെ മുടിപ്പിച്ചില്ലേ. 25-ാം വയസ്സിലാണ് മലർവാടി സംഭവിക്കുന്നത്. പിന്നെയും നമ്മൾ അവരുടെ അടുത്ത് നിന്ന് കടം വാങ്ങിക്കുന്നത് നാണക്കേടല്ലേ. അപ്പോൾ ആ സമയമൊക്കെ ആയപ്പം എനിക്ക് തോന്നുന്നു മലർവാടി സംഭവിക്കുന്നതിന് മുന്നേയൊക്കെ ജോലിക്കൊന്നും പോകുന്നില്ലേ എന്നുള്ള, ഞാൻ ഈ ബ്രേക്ക് കുറച്ചങ്ങ് കൂട്ടി. എനിക്ക് ഇഷ്ടമായി നാട്ടിൽ വന്നിട്ടുള്ള വൈകിട്ട് 6 മണി തൊട്ടുള്ള ബിസി പരിപാടി അല്ല, ഇതേ ഭയങ്കര രസമായിരുന്നു. അപ്പം അതങ്ങ് എൻജോയ് ചെയ്ത് തുടങ്ങിയപ്പം നാച്ചുറലി ഈ ആൺകുട്ടികൾ ആ പ്രായത്തിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഉണ്ടല്ലോ, അപ്പന്മാരിന്നൊക്കെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. അതെ, അപ്പോൾ അത് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് വിനീത് രക്ഷകനായി എനിക്കൊരു ജോലി വന്നത്. അതെ, തീർച്ചയായിട്ടും. പിന്നെ അത് അപ്പം ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് സീരിയസ് ആയിട്ട് കാണുമെന്ന് തോന്നിയുകൊണ്ട് നമ്മൾ പിന്നെ അതിനു വേണ്ടിയുള്ളു. പക്ഷെ പിന്നെ ഐ തിങ്ക് മലർവാടി കഴിഞ്ഞ ആ സ്ട്രഗിൾ, തട്ടം തീർച്ചയായിട്ടും ബ്ലെസ്സിങ് ആയി. പക്ഷെ പിന്നെയാണ് ആക്ച്വലി നമുക്ക് പുറത്തോട്ട്, വിനീത് എന്നോട് പറഞ്ഞിരുന്ന സാധനം, അങ്ങനെ നിന്നെ വിളിച്ച് നിന്നോട് ഇന്നിങ്ങനെ പറഞ്ഞു കളയാമെന്ന് പുള്ളി പറയൂല. കാഷ്വൽ ടോക്കിനിടയിൽ ഇങ്ങനെ ഇത് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്നൊക്കെ പറയുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ശ്രദ്ധിച്ച കാര്യത്തിൽ പറഞ്ഞാൽ എന്നോട് പറഞ്ഞ എല്ലാവരോടും ചാൻസ് ചോദിക്കണം, എല്ലാവരുടെയും സിനിമകളിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ നിവിനോട് പറഞ്ഞ് കുറച്ചും കൂടി ചൂസി ആയിട്ട് വയസ്സായിട്ടൊക്കെ ചെയ്യണം. അപ്പോൾ പുള്ളി ഓരോരുത്തരുടെയും ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു അങ്ങനെയും ഞാൻ പറയും മോൾഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അജു എനിക്ക് അറിയാവുന്നിടത്തോളം, ഇത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, അജു വളരെ കെയർഫുള്ളായിട്ട് ഇതാണെങ്കിലും ചൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിലോട്ട് വരുന്നതിന് മുന്നേ പറയും, ഇപ്പോൾ 2013 സമയത്ത് അജു തന്നെ പറഞ്ഞിട്ടുണ്ട്, അജു പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു സമയമാണ് 2013 തൊട്ടിങ്ങോട്ടെന്ന്, അല്ലേ? പൈസയ്ക്ക് വേണ്ടി എപ്പോഴും ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി പൈസ വേണം. 13 കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്, മേ ബി അത് പൈസയ്ക്കൊന്നും അല്ല കേട്ടോ. ആര് വിളിച്ചാലും പോകുന്നുള്ള സ്റ്റാൻഡായിരുന്നു ഞാൻ. ആര് എന്നെ അഭിനയിപ്പിക്കാൻ വിളിച്ചാൽ ഞാൻ പോകും. അത് സിനിമ ആയിക്കോട്ടെ, സീരിയലായിക്കോട്ടെ, പരസ്യമായിക്കോട്ടെ, ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, എന്താണെങ്കിലും. കോളടിച്ചു അഭിനയിക്കാനുണ്ടോ? കാര്യം എനിക്ക് അഭിനയിച്ച് പഠിക്കണം. കാര്യം ഇത് നിന്ന് 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 ചെയ്ത് 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 ഇത് നമ്മൾ ചെറുപ്പം തൊട്ടേ സ്റ്റേജിൽ പോയിട്ടില്ല. എല്ലാവരും അവിടെ പോയി ഒരു കളരി ഉണ്ടല്ലോ എല്ലാവർക്കും ജീവിതത്തിൽ. അജു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും യൂത്ത് ഫെസ്റ്റിവലോ പരിപാടിയോ ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. ഇത്രയും സ്മാർട്ടായിട്ടുള്ള ഒരാളോ? ഞാൻ സ്റ്റേജിൽ കയറാത്തതുകൊണ്ട് എനിക്കത് ഭയങ്കര, ഇപ്പോഴും എൻ്റെ കോൺഫിഡൻസിൻ്റെ പ്രശ്നം അതാണ്. എനിക്ക് ക്യാമറയും മൈക്കും വരുമ്പോൾ ഒരു ഫിയർ, ഒരു ഇൻഹിബിഷൻ വരുന്നില്ലേ, എല്ലാം സൈലൻസ് ആകുമ്പം. അത് തീർച്ചയായിട്ടും അതുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ബിലീവ് ചെയ്യാൻ, കാരണം നമ്മൾ ക്യാരക്ടേഴ്സിലൂടെയാണല്ലോ അജുവിനെ ഒത്തിരി കാണുന്നത്. എൻ്റെ ഇമ്മീഡിയറ്റ് സർക്കിളിൽ നിൽക്കുന്നത് ആ സിനിമയിലും ഇപ്പം എത്രയോ വർഷമായിട്ട് എനിക്ക് പരിചയമായ മുഖങ്ങളാണ്. ശരിയാണ്. ക്യാമറയിലെ ചേട്ടന്മാർ, യൂണിറ്റിലെ ചേട്ടന്മാർ, ക്രെയിനിലെ ചേട്ടന്മാർ, പ്രൊഡക്ഷൻ ചേട്ടന്മാർ, ADs പലരും. ഇമ്മീഡിയറ്റ് എൻ്റെ ഒരു 2 റൗണ്ട് സർക്കിൾ അവരാ. ഇപ്പോൾ എനിക്കറിയാവുന്നവരല്ലേ ചുറ്റും എപ്പോഴും. അപ്പോൾ ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറുമ്പോൾ ഒക്കെ ഉള്ളൊരു പ്രശ്നം നമുക്ക് വരും. പിന്നെ എൻ്റെ ജോലി HR ആയിരുന്ന സമയത്ത് എൻ്റെ മാനേജർ, ലൈക്ക് സംബഡി ലൈക്ക് വിനീത്, എൻ്റെ ഒരു മെൻറ്റർ, പ്രൊഫഷണൽ ഒരു എത്തിക്സ് എന്നിൽ ഇൻവൈവ് ചെയ്തത് മഹേഷാണ്. ഒരു ഒരു ജോലി നമ്മൾ സമീപിക്കേണ്ട എങ്ങനെയാണെന്നൊക്കെ. ഞാൻ സദർലാൻഡിൽ HSBCക്ക് മുന്നേ ജോലി ചെയ്തപ്പം അദ്ദേഹം അവിടുത്തെ മാനേജറായിരുന്നു. ഇപ്പോഴും അദ്ദേഹം സദർലാൻഡ് കൊച്ചിയിലാണ്. എനിക്കൊന്ന് വളരെ സീനിയർ പോസ്റ്റിലൊക്കെ ആയി കാണുമ്പോൾ, BP ലെവലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ.
അദ്ദേഹത്തിൻ്റെ ശിക്ഷണം ആണ് ടേണിംഗ് പോയിന്റ് ആക്ച്വലി. ഇപ്പോൾ സിനിമയിൽ വന്നിട്ട് നിങ്ങൾ ആ ഒരു ക്ലോസ് സർക്കിളാണെങ്കിലും വളരെ ക്ലോസ് നിറ്റായിട്ടുള്ള ഒരിതാണ്. അപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സൗഹൃദങ്ങൾ കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുടെ കൂട്ടത്തിലാണ് ശരിക്കും ഇപ്പം നിവിനും ഒക്കെ ആണെങ്കിലും കഴിവില്ലെന്നല്ല കേട്ടോ അതിനർത്ഥം ആ ഒരു എന്നോട് എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു കമൻ്റായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് സുഹൃത്തുക്കൾ കാരണം സിനിമയിൽ നിൽക്കുന്ന ഒരാൾ, പക്ഷേ എനിക്ക് പുള്ളി എന്നെ അപമാനിക്കാനിട്ടതാണ്, പക്ഷേ എനിക്കത് അപമാനത്തിന് ഒരു അഭിമാനമാണ് തോന്നിയത്, വേറൊന്നുമല്ല. അങ്ങനെ എത്ര പേർക്ക് പറ്റുന്നു? സിനിമയിൽ നിൽക്കുന്നതല്ല ഞാൻ പറയണത്, ഫ്രണ്ട്സ് സ്റ്റിൽ ഹെൽപ്പ് ചെയ്തു. അത് എളുപ്പമല്ല. ഇപ്പം എൻ്റെ അവസാനം ഇറങ്ങിയ സിനിമ പോലും ഒരു സൗഹൃദത്തിൽ നിന്നുണ്ടായ സിനിമയാണ് ഐഡൻറ്റിറ്റി. അതൊരു ബ്ലെസ്സിങ്. അജുവിന് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. അജു ശരിക്കും ഐ യു എ ഗുഡ് ഫ്രണ്ട് എന്ന് ചോദിച്ചാൽ വാട്ട് കൈൻഡ് ഓഫ് എ ഫ്രണ്ട് ആർ യു? അത് എനിക്ക് പറയാൻ പറ്റില്ല. അത് ആ ഒരു എക്സ്ട്രാ മൈൽ പോകുന്ന ഒരാളാണോ? എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും എല്ലാവരിൽ നിന്നും. എന്നിൽ മാത്രം ഉണ്ടാവുള്ളൂ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അത് വളരെ കൃത്യമാണ്. പണ്ടും ഒരു പരിധിക്കുള്ളിൽ ഞാൻ ആക്സസബിൾ അല്ല. അത് പലരും പറഞ്ഞിട്ടുണ്ട്. അതൊരു എപ്പോഴും അജുവിൻ്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു ചെറിയൊരു ഒരു മതിൽ ഒഫെൻസീവായിട്ട് ഫീൽ ചെയ്യത്തില്ല, അവരെ ബുദ്ധിമുട്ടിക്കില്ല ആ മതിൽ. ഈ 2014 സമയത്താണ് താങ്കളുടെ ജീവിതത്തിലേക്ക് അഗസ്റ്റീന കടന്നു വരുന്നത്. ആ സമയത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഫേമസ് ആയി, ആളുകൾ അറിഞ്ഞു തുടങ്ങി. ആ ഒരു കുസൃതിയും ആ ഒരു ഇതൊക്കെ കണ്ടിട്ടാണോ അഗസ്റ്റീന ജീവിതത്തിലേക്ക് വന്നത്? എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിനക്ക് എന്താ എന്നെ ഇഷ്ടപ്പെട്ടേ? അങ്ങനെ ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും ആ സമയത്ത്. ഇപ്പം പെട്ടെന്ന് അങ്ങനെ ഓർക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ രേണു പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ആംഗിളിലായിരിക്കില്ല ചോദ്യം വരിക. എനിക്കൊരിക്കലും ആ ആംഗിൾ അറിയില്ല. ഒരു പെൺകുട്ടി എന്തായിരിക്കാം ഒരു ആൺകുട്ടിയുടെ കൂടെ കാണുന്ന, ഓരോരുത്തർക്ക് മാറിയും മറിഞ്ഞൊക്കെ ഇരിക്കുകയും ചെയ്യാം. നിങ്ങൾ ഈ പ്രണയമൊക്കെ എങ്ങനെ ഒളിപ്പിച്ച് അങ്ങനത്തെ ഒരു ഒളിപ്പിച്ച് വെക്കേണ്ട സമയമൊന്നും എടുത്തില്ല. അപ്പം തന്നെ എൻഗേജ്മെൻറ്റ് വീട്ടുകാരത്ത് പറഞ്ഞു 6 months അത് ഒറ്റയടിക്കുള്ള ഇതായിരുന്നു. മലർവാടിയിൽ തന്നെ ശ്രാവൺ എന്ന് പറഞ്ഞ ആളുടെ ഫ്രണ്ടാണ് അഗസ്റ്റീന, എൻ്റെ നല്ല സുഹൃത്താണ്. സോ ശ്രാവൺ വാസ് വൺ റീസൺ മ്യൂച്വലി ഒന്ന് പരിചയപ്പെടാനും ഞങ്ങൾക്ക് വേണ്ടി ഒരു വർക്ക് ചെയ്തു. കോസ്റ്റ്യൂം ഡിസൈനിങ് ഉള്ളതുകൊണ്ട് പ്രൊഫഷനായിട്ട് എടുത്തിട്ടില്ല. ആ സമയത്ത് അത് പ്രൊഫഷനായിട്ട് എടുക്കാനുള്ള പ്ലാനിൽ ചെയ്തതാണെന്ന് തോന്നുന്നു. അങ്ങനെ നിവിനും എനിക്കും വേണ്ടി ഒരു 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 ഫോട്ടോഷൂട്ടാണെന്നാണ് തോന്നുന്നത്. ആ പരിചയം പെട്ടെന്ന് തന്നെ അത് കല്യാണത്തിലോട്ട് തന്നെയായി. പിന്നെ ആ കുട്ടിക്ക് ഒന്നും പ്രൊഫഷന് ചെയ്യാൻ പറ്റിയില്ല അജു. 4 പിള്ളേരെ നോക്കാമെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രൊഫഷനാണ്. നമ്മൾ അതിലെത്തിയിട്ടില്ല. ഇനി അജുവിൻ്റെ കരിയറിലോട്ട് വരുമ്പോൾ പലപ്പോഴും ചെറിയ റോളുകൾ അജു ചെയ്ത് വരുന്ന സമയത്ത് അജുവിന് നായക വേഷങ്ങൾ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അജു ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അജുവിന് ആ സമയത്തും മെയിൻ റോളുകൾ ഓഫേർഡ് ആയിരുന്നു. പക്ഷെ ഇല്ലേ, അത് എന്തുകൊണ്ടാണ് അന്ന് ശരിക്കും അങ്ങനത്തെ ഒരു ആ റോള് വേണ്ട? ഇപ്പോഴേ അന്ന് അജു പറഞ്ഞ സെൻറ്റൻസ് ഇതാണ്: ഞാനിപ്പോൾ അത്യാവശ്യം ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് അന്ന് അജു പറഞ്ഞു. അത് തമാശ പോലെയാണ് അത് പറഞ്ഞത്. ശരിക്കും എന്തുകൊണ്ടാണ് ആ മെയിൻ റോളുകളിലോട്ട് അന്ന് ശരിക്കും യെസ് എന്ന് പറഞ്ഞങ്ങ് എടുക്കാനൊരു റീസൺ ശരിക്കും എന്താണ്? ഫീൽഡിലോട്ടായി പോകും. അഭിനയൊക്കെ അറിയാതെ മെയിൻ നായകനൊക്കെ ആയിട്ട് വരാനുള്ളൊരു കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ അഭിനയിക്കാൻ അറിയുക എന്നുള്ളതിൻ്റെ ബിഗിനിങ് പോലും ആയിട്ടില്ല. അറിയാന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ധൈര്യത്തോടെ ഒരു ക്യാരക്ടർ, അതുകൊണ്ട് വിളിക്കുന്ന എല്ലാ ചെറിയ വേഷങ്ങൾക്കും പോകുന്നത്. ഇപ്പം മെയിൻ വേഷമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ സൂയിസൈഡല്ലാണ് ആ സമയത്ത്. കോൺഫിഡൻസിൻ്റെ ഇഷ്യൂ തന്നെയാണ്. അന്ന് ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണ്, എന്നെ അത് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യാറില്ല. എൻ്റെ ഡ്രീമിലില്ലത് നായക നടനാവണമെന്ന്. എൻ്റെ ഡ്രീമില്ലാത്തൊരു സാധനത്തെ കുറിച്ച് ഞാൻ ജെന്യുവനായിട്ട് എഫേർട്ട് എടുക്കില്ലല്ലോ. അപ്പം ഈ ഡ്രീമിൽ ഡയറക്ഷൻ അസിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. ജേക്കബിൻ്റെ അസിസ്റ്റന്റ് ചെയ്യുന്ന വരെ ഉണ്ടായിരുന്നു. ആ ചെയ്ത് കഴിഞ്ഞതോടെ പോയി, വിഷമം മാറി. ഞാൻ കേട്ടത് സത്യമാണോ? സെറ്റിൽ പച്ചയ്ക്ക് വിനീതിന് ചീത്ത കേൾക്കുക, അങ്ങോട്ട് പോയി കേട്ടു. അവൻ അങ്ങനെയൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത് ഞാൻ അന്ന് അറിഞ്ഞു. നോബിള് പറഞ്ഞിരുന്നു. അത് അവൻ മാറി ചിരിക്കായിരുന്നു. ഞാൻ ചെയ്ത തെറ്റൊന്നുമല്ല, പക്ഷേ ADs എല്ലാവർക്കും കിട്ടുമ്പോൾ ഒരുമിച്ച് കിട്ടും. അതേതോ ഞങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ട ജോലിയാണ്. രാവിലെ 6 മണി 5:30 കേട്ടിരിക്കുന്നു. 5:45 സൂര്യൻ മര്യാദയ്ക്ക് വന്നിട്ടില്ല. ഈ കോളേജിൽ നിങ്ങളുടെ ഫുഡ് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ ചെന്നൈയിലുള്ള ഒരുവിധ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അജു ആയിരുന്നോ കൂടെ ഉണ്ടായിരുന്നത്? വിനീത് അങ്ങനെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വിനീതിനുണ്ടായിരുന്നല്ലോ. വിനീത് ഡേ സ്കോളർ ആയിരുന്നല്ലോ. വിനീതിന് ഫുഡ് ഇഷ്ടമാണ്. അന്നും ഇതേ ഇതുണ്ട്. പക്ഷെ എനിക്കൊന്ന് ഹോസ്റ്റലിൽ കുറച്ചുകൂടി തൊട്ടടുത്തൊക്കെ ഉള്ള കുറച്ചുകൂടി ഞങ്ങൾക്ക് ഇഷ്ടം അപ്പുറത്തുള്ള ബാറൊക്കെ. എന്തേലും ചെന്നാൽ വൈൻസ് അതിപ്പോഴും ഉണ്ട്. ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വിനീത് ഇതുപോലെ തന്നെ അന്നും ഹലോ അജു
ഇനി ഇതങ്ങനെ തന്നെയായിരുന്നു. ഇന്ന് അദ്ദേഹം സംസാരിക്കുന്ന അതേ ടോൺ തന്നെയായിരുന്നു അന്നും. അധികം ഒച്ച ഉയർത്തി സംസാരിക്കുന്ന ഒരാളല്ല. സ്റ്റേജിൽ കയറുമ്പോൾ മാത്രം, പാട്ട് പാടാൻ കയറുമ്പോൾ മാത്രം വേറൊരു എനർജി വന്നെന്തോ വേറെ ആവുന്ന ഇപ്പോഴും കാണാറുണ്ട്. ഈ ചില റീൽസൊക്കെ വരുമ്പം കാണാറുണ്ട്. അതല്ലാതെ സെയിം ഇതാണെങ്കിലും. പക്ഷെ അജുവിന് കൂടുതൽ അടുപ്പം എങ്ങനെയാണ് ധ്യാനമായിട്ട് വന്നത്? നിങ്ങളാണ് കൂടുതൽ ക്ലോസ്. അത്രയും നല്ല സവിശേഷ സ്വഭാവ ഗുണമുള്ളവനാണല്ലോ. അതുകൊണ്ട് ഞങ്ങളങ്ങ് അടുത്ത് പോയതാ. ഒരേ ഒരു തൂവൽ പക്ഷി. അതെ. അപ്പോൾ അത് എന്നോട് വളരെ വൈകിയാണ് ഞങ്ങൾ പരിചയപ്പെട്ടതൊക്കെ. വിനീതിൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ പ്രോപ്പറായിട്ട് കാണുന്നത് പോലും പ്രോപ്പറായിട്ട്. കുഞ്ഞിരാമായണത്തിൻ്റെ ഷൂട്ടിന് മുന്നേയൊക്കെയാണ് ഞങ്ങൾ പരിചയപ്പെട്ട് ഒരു തോണിയിൽ നമ്മളങ്ങ് പോയിട്ടുണ്ട്. കാരണം നിവിനും വിനീതും വേറൊരു വഴി. ജഡ്ജ്മെൻറ്റിലല്ല അയാൾ. അതായിരിക്കാം ചിലപ്പം ഏറ്റവും ധ്യാൻ. ശരിയാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പം എനിക്കും മറ്റുള്ളവരുടെ കാര്യത്തിൽ ജഡ്ജ് ചെയ്യാൻ പോയാൽ സമയമില്ല. ബേസിക്കലി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആ സമയമില്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾ അത്ര സെൽഫിഷ് ആയതുകൊണ്ട്, ഞങ്ങളെ മാത്രം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ വിജയങ്ങൾ വന്ന പോലെ തന്നെ താഴ്ചകളും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നിവിനാണെങ്കിലും വളരെ മോശം സമയത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അജുവിന് എനിക്കറിയില്ല, അത്രയും മോശം ഒരു സമയം ഐ ഡോണ്ട് നോ. ഇല്ലേ, ഞങ്ങൾ ഒരുമിച്ച് സാറ്റർഡേ നൈറ്റൊക്കെ കൊണ്ടുപോയി. ഞാൻ ചോദിച്ചില്ലെങ്കിലും പറഞ്ഞുകൊണ്ട് പിന്നെ തുടക്കകാലത്ത് വിഷമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗൂഢാലോചനയൊക്കെ എനിക്ക് എഫക്റ്റഡ് ആയിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ധ്യാനാണ് അന്നും പറഞ്ഞത് സാധനം ചെയ്യാൻ പറ്റില്ല. ധ്യാനത് വിഷയമല്ല. അതെ, അതോടെ എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെയൊക്കെ മുന്നേ തൊട്ട് ഡിറ്റാച്ച്ഡ് ആയിരുന്നു ആ കാര്യത്തിൽ, റിസൾട്ടിൽ. അതുപോലെ പരാജയങ്ങളെക്കുറിച്ച് പറയുമ്പം ഞാൻ എപ്പോഴും പ്രൈസ്ഡ് ആവാറുള്ളൊരു കാര്യമാണ് നിവിൻ അത് എടുക്കുന്ന രീതി. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഒന്ന്, നിവിൻ ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആണ്. നിവിൻ്റെ ഫീലിങ്സ് അങ്ങനെ പുറത്ത് പറയുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. ഹൗ ഡസ് ഈ ടേക്ക് ദി ഫെയിലിയേഴ്സ് ആസ് എ ഫ്രണ്ട്? നിങ്ങളത് കാണാറില്ലേ? ഒന്ന്, നിവിൻ ലവ് ആക്ഷൻ ഡ്രാമ കഴിഞ്ഞിട്ട് ഞാൻ ഒരു അസോസിയേഷൻ സാറ്റർഡേ നൈറ്റിലാണ് വന്നത്. അതിനെ പുള്ളി റിസീവ് ചെയ്തത് കൂളായിട്ട് തന്നെ കേട്ടോ. ഞാൻ ഓർക്കുമ്പോൾ അതിനെ അങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിലോട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. സിനിമ ചെയ്തു, സിനിമ പ്രേക്ഷകർക്ക് തൃപ്തികരമായി തോന്നിയില്ല, അവരതിൻ്റെ റിസൾട്ട് പറഞ്ഞു, മൂവ് ഓൺ ആൻഡ് അടുത്തത് വൃത്തിക്ക് ചെയ്യാൻ നോക്കുക എന്നുള്ളൂ. അതുപോലെ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും നമ്മൾ ശരീരത്തെക്കുറിച്ച് നമ്മളൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിവിനിപ്പോൾ സിനിമയിൽ വന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ, ബോഡി ഷേമിങ്ങിനെ കുറിച്ചൊക്കെ നിവിൻ അതിനുശേഷം സംസാരിച്ചു, പിന്നെ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ. പക്ഷെ ഒരുപാട് എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും ബോഡി ഷേമിങ് അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, തടി കുറയ്ക്കണം. മറ്റത് വിനീത് പറയുന്നത് ഡിഫറെൻറ്റ് ആംഗിൾ. ഞാൻ ആര് പറയുന്നത് കേൾക്കില്ല. ഞാൻ ആര് പറയുന്നത് കേൾക്കില്ല. ഓക്കെയാണത്. ഞാൻ ആരും പറയുന്നത് കേൾക്കില്ല എന്ന് ബേസിക്കലി. ഓ, കേൾക്കില്ല. ഇങ്ങനെ കേൾക്കില്ല എന്നല്ല, അനുസരിക്കില്ല. ഡിസൈഡ് ചെയ്ത് ജോലിയിൽ ഡയറക്ടർ പറയുക, പ്രൊഡ്യൂസർ പറയുക, ബാക്കി ഇറ്റ് ഈസ് മൈ ലൈഫ്. അതുപോലെ ലൈഫിലേക്ക് വരുമ്പോൾ അജുൻ എന്ന് പറഞ്ഞ ഒരു അപൂർവ ഭാഗ്യമാണ്. 2 സെറ്റ് ഓഫ് ട്വിൻസ് വരെ. നിങ്ങൾ ചാക്കോ മാഷാണെന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞ ആയിരുന്നു കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷം, കുറച്ച് മാസങ്ങൾ മുന്നേ വരെ ആ തീരുമാനം മാറ്റി ഞാൻ. എന്ത് പറ്റി? അവരിൽ നിന്ന് പഠിക്കേണ്ട സമയമായി. അതാണ് കുറച്ചും കൂടി എനിക്ക് നല്ലത്. മൂത്ത സെറ്റ് എത്ര വയസ്സായി? 10 വയസ്സ്. ഉറപ്പാ? ടീനേജ് ഇപ്പം നേരത്തെയാണെന്നാണ് പറയുന്നത്. അതെ. മാത്രമല്ല ആ സമയത്ത് ഇനിയിപ്പോൾ ഉള്ളൊരു ലോകം കുറച്ചും കൂടി അവർക്കാണ് ബെറ്ററായിട്ട് അറിയാവുന്നത്. ഇന്നത്തെ തലമുറ അവരാണ്. നമ്മുടെ ജനറേഷനും നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ മുകളിലോട്ടുള്ള ജനറേഷൻസൊക്കെ ഫിയറിലാണ് കൺട്രോൾ ചെയ്തിരുന്നത്. നമ്മൾ അത് ചെയ്യരുത്, എന്തുകൊണ്ട് ചെയ്യരുത്, എക്സ്പ്ലനേഷൻ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവണം എന്നില്ല. ഈ ജനറേഷൻ ലോജിക്കൽ റീസണിങ് ആവശ്യപ്പെടും. വൈ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മളത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മളതിന് ഇതാ കാരണം എന്ന് പറഞ്ഞാൽ ഓക്കെ, അതില്ലെങ്കിൽ അവർ നിൽക്കില്ല. ഞാൻ പറഞ്ഞല്ല, ആരോ ഒരാളിങ്ങനെ പറഞ്ഞ് വാട്സപ്പിൽ നമുക്ക് ഈ മക്കളുണ്ടാകുമ്പോഴത്തെ ഒരു പ്രത്യേക കാര്യം, ഒരു ഗിൽറ്റ് ഫീലിംഗ് ആണ്. ഞാൻ അജുൻ്റെ ഒന്നും പോലെ ട്രാവൽ ചെയ്യേണ്ടി വരില്ല, എന്നാലും ഐ ഡു ട്രാവൽ. മോൻ്റെ അടുത്ത് പറയുന്ന സമയം കിട്ടുന്നില്ല. ഇനി കിട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് വലുതാവുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. നമ്മൾ ഇന്ന് കണ്ട കുട്ടിയല്ല നാളെ കാണുന്ന പോലെ. അജുവിനെ സംബന്ധിച്ച് ലോങ് ട്രാവലുകൾ കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരണേ. ഒരു ഡിസ്കണക്റ്റോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് നമുക്ക് സ്നേഹമില്ലെന്നല്ല ഞാനീ പറയണേ, ഒരു കൈൻഡ് ഓഫ് ഒരു ഇത് വരത്തില്ല, പിന്നെ ഒന്നേന്ന് തുടങ്ങുന്ന പോലത്തെ ഒരു ഫീലിംഗ് അങ്ങനെ ഉണ്ടോ? ഡസൻ മീൻ ദാറ്റ് എനിക്ക് ബേബീസിൻ്റെയും പിള്ളേർ ഇഷ്ടമല്ല എന്നല്ല. ഒരു കെമിസ്ട്രി ചിലപ്പോൾ വർക്കാവാറില്ല. എന്നെ കണ്ട കൊച്ചു പിള്ളേർ കരയാറുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഞാനവർ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കില്ല. 4 കുട്ടികളുള്ള ഞാൻ ഈ അടുത്ത് എൻ്റെ സെറ്റിൽ ഇത്രയുള്ള കുഞ്ഞ് തന്നപ്പം ഞാൻ വളരെ പേടിച്ചു. വേറൊന്നും കൊണ്ടല്ല, ഇത് ആർട്ട് പ്രോപ്പർട്ടി അല്ല, ഇതൊരു അമ്മയുടെ കുഞ്ഞാണ്. ഞാൻ എപ്പോഴും അങ്ങനെ കാണാറുള്ളൂ, അച്ഛൻ്റെ കുഞ്ഞിനേക്കാളും ഇതൊരു അമ്മയുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ അതൊരു അമ്മയ്ക്ക് എല്ലാം ആ കുട്ടിയാണ്. ഞാൻ ആ ഒരു ഷോട്ട്
ഞാൻ എൻ്റെ എല്ലാ ശക്തി ഉപയോഗിച്ച് ഇങ്ങനെ വെച്ചേക്കുക, ലൈക്ക് പുറത്തുനിന്ന് കുഞ്ഞിനെ ഞെക്കിയെന്നല്ല. ഷോട്ട് എടുത്തിട്ട് ഞാൻ പറഞ്ഞു, അമ്മ എടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു വേഗം എടുത്തു. അത് ഭയങ്കര ഒരു, എനിക്ക് ഭയമുണ്ട് കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ. ഭയങ്കര ടെൻഡർ അല്ലേ അവർ. ഇപ്പം 10 വയസ്സൊക്കെ ഇപ്പോൾ ഇടാന്ന് വെച്ചാൽ തിരിച്ച് പോടാന്ന് വെച്ചാൽ പ്രായം. ഇപ്പം നീ വാ കറക്റ്റാണ്. ഓക്കെ ഇതല്ല പരിപാടി. നമ്മൾ പണ്ടത്തെ കാലം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഗജ പോക്കരി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മയൊക്കെ സ്ഥിരം സ്കൂളിൽ ഒരു രക്ഷയില്ല, ഭയങ്കര കുസൃതിയായിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ 12th വരെയൊക്കെ ഓക്കെ. ഓ അപ്പോൾ നമ്മളിപ്പോൾ പിള്ളേർ കേരളം വിട്ടപ്പോഴാണ് തനി സ്വഭാവം പുറത്തെടുത്ത്. ആ ഒരു നാട്ടിൽ ഇവിടെ മാന്യതയുടെ മുഖം മൂടിയിട്ട് പിന്നെ തിരിച്ചെത്തപ്പോൾ ആ മുഖം മൂടിയില്ലായിരുന്നു, പഴയ അങ്ങനെ തന്നെ ആയി. അത് തന്നെ കണ്ടിന്യൂ ചെയ്തു. വൺ റൂൾ എന്തായിരിക്കും വീട്ടിൽ? എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡു നോട്ട് ലൈ. എൻ്റെ വീട്ടിൽ പറഞ്ഞേക്കുന്ന മോനടുത്ത് തെറ്റ് ചെയ്തോ പക്ഷെ ഡോണ്ട് ലൈ. നിയമമായിട്ടൊന്നും റൂളായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. വഴി കൂടെ പോകണ എല്ലാവരോടും സത്യം പറയണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്തിനാണ് ഫസ്റ്റ് സർക്കിൾ? വഴി കൂടെ പോകണ എല്ലാവരോടും നമ്മൾ സത്യം പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഞാനത് ഇപ്പോഴും ആലോചിച്ച് ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടില്ല. അവർ ഡിസർവ് ചെയ്യണ്ടേ അതെ, നമ്മളെ അറിയണമെങ്കിൽ. അതെ, യു ഡോണ്ട്. ഞാൻ കള്ളേ പറയാറുള്ളൂ. ഇപ്പം എത്ര നേരം പറഞ്ഞത് അത് ഞാൻ പറയില്ല എത്രമാത്രം എന്നുള്ളത്. ബട്ട് യാ ഇറ്റ് വാസ് വണ്ടർഫുൾ. നല്ലായിരുന്നു കേട്ടോ. ആണോ? എനിക്ക് ഇതിൻ്റെ ഒരു ലൈറ്റൊക്കെ പോയി സൈലൻസ് വരും. എനിക്ക് ജനറേറ്റർ ഒച്ച ഉള്ളതാണ് ഇഷ്ടം. ഡയലോഗ് പറയുമ്പോൾ ആരും കേൾക്കാത്തത്, തെറ്റിയാലും അറിയില്ലല്ലോ, ഡബിൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ അത്രയും പറ്റാത്തതാണെങ്കിൽ ഞാൻ പറയും തെറ്റിപ്പോയി ഒന്നുകൂടെ പാന്ന് പറയും. പക്ഷെ ഇതെല്ലാം ചില സെറ്റിൽ ടേക്കിന് മുമ്പ് സൈലൻസ് വിളിക്കും. അപ്പോഴാണ് എനിക്ക് പ്രശ്നം. എന്തിനിപ്പോൾ സൈലൻസ്? നിങ്ങളൊക്കെ സംസാരിച്ചോ, ഞങ്ങളിവിടെ അങ്ങനെ ഞങ്ങളുടെ ജോലി ചെയ്തോളാം. എനിക്കത് പിന്നെ ഒച്ചയെ പറയില്ല, ഡയലോഗ്സ് ഒച്ചയെ പറയാറില്ല. ഞാൻ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പറയും, പറയുന്ന ഡയലോഗ് കറക്റ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ തെറ്റിയെന്ന് ഞാൻ പറയും. പക്ഷേ ഒച്ച ചിലപ്പോൾ ഉണ്ടാവില്ല. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഞാൻ വീണ്ടും വീണ്ടും അജുവിൻ്റെ ക്യാരക്ടർ എനിക്ക് എൻ്റെ മനസ്സിലെന്നും തട്ടത്തിൻ മറയത്തിലെ ക്യാരക്ടറാണ്. എനിക്ക് അജുവിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ക്യാരക്ടർ. എത്രയൊക്കെ അജുവിന് ചെയ്താലും എനിക്കറിയില്ല, ഇതിന് എക്സൽ ചെയ്യണ ചെയ്താലും വൺ തിങ് കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമില്ല. അതെ, അജുവിനോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ദർ ഇസ് സംതിങ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടർ അജുവിനുണ്ടോ? ഐ മീൻ മലർവാടി ആർട്സ് ക്ലബ് മാത്രമേ ഉള്ളൂ. മലർവാടി ആർട്സ് ക്ലബ് വേറെ ഒന്നുമില്ല, തുടക്കത്തിൽ തന്നെ അല്ലേ? അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇറ്റ്സ് ആഫ്റ്റർ മലർവാടി. അതിനെ നമ്മൾ കുറച്ചാൾ സ്നേഹിക്കും, ചിലപ്പോൾ കുറച്ചാൾ കഴിഞ്ഞ് വിടും. എനിക്കങ്ങനെ ഇല്ല, ക്യാരി ചെയ്ത് നമ്മുടെ മനസ്സിലില്ല എന്നല്ല ഞാൻ പറയണേ. പക്ഷേ സ്പെഷ്യൽ ഈസ് ഓൾവേസ് ഫസ്റ്റ്. അപ്പോൾ അജു, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് പോഡ്കാസ്റ്റ്. താങ്ക് യു സോ മച്ച് അജു. താങ്ക് യു.